പലതരത്തിലുള്ള കച്ചവടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കച്ചവട സ്ഥലമാണ്. അതും പ്രത്യേകിച്ച് മരുഭൂമിയിൽ മാത്രം. അബ്ദലയിലേക്കുള്ള യാത്രയിൽ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചത്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ കബ്ത് എന്ന പ്രദേശത്തെ ഒരു കച്ചവട സ്ഥലത്തേക്കാണ് ഈ യാത്ര. കുവൈറ്റിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലിയ ക്യാമൽ ട്രേഡിംഗ് മാർക്കറ്റ്. അവിടേക്ക് പോകുന്ന വഴി നമുക്ക് അത്ര പരിചിതമൊന്നുമല്ല. നമ്മൾ വഴിയിലൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാം. ഇതേ കെട്ടായിട്ട് ഉണക്ക പുല്ല് കെട്ടി വെച്ചിരിക്കുന്നു. റോഡ് സൈഡിൽ നിന്നും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത്. മരുഭൂമിയുടെ ഉള്ളിലേക്ക് കുറച്ചധികം പോകണം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വഴി അത്ര പരിചിതമല്ലാത്തത്. തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഒരു 5-5:30 കൂടി തന്നെ സൂര്യൻ അസ്തമിക്കും. ഞങ്ങളിപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. ഇനി അവിടെ എത്തുമ്പോൾ നമുക്ക് കാണണ്ടേ, ആയിരക്കണക്കിന് ഒട്ടകങ്ങളെ ഒരുമിച്ച് ട്രേഡിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. വഴി അത്ര ഗംഭീര വഴിയൊന്നുമല്ല. മണലൊക്കെ വന്ന് മൂടി കുറച്ച് സാവധാനം മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ ലാർജസ്റ്റ് ക്യാമൽ ട്രേഡിംഗ് മാർക്കറ്റ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. ചൂട് കാലത്ത് പറ്റില്ല, തണുപ്പ് കാലം തന്നെ നോക്കി വരുന്നതാണ് ബെറ്റർ. ഈ ഒരു വീഡിയോയിൽ അവരെങ്ങനെയാണ് ലേലം വിളിക്കുന്നതെന്നും ഇവിടെ നിന്ന് എങ്ങനെയാണ് ഒട്ടകങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആടുമാടുകളിലേക്ക് മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മരുഭൂമിയിലെ ഈ ഒട്ടകങ്ങൾക്കുള്ള ഈ ഒരു മാർക്കറ്റ്, ഇതിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെത്താ ദൂരത്താണ് വ്യാപിച്ച് കിടക്കുന്നത്. അത് കറക്റ്റ് ടൈമാണ്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാം ഒന്ന് ശരിക്കും നടന്ന് കാണാൻ പറ്റും. ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ കണ്ണഞ്ചിച്ചു പോവും. വന്ന് കണ്ടപ്പോൾ തന്നെ ഇത്രയും അധികം ഒരു സ്ഥലത്ത് ഇത്രയധികം ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് നേരിട്ട് തന്നെ കാണണം. ഞങ്ങളുടെ വീഡിയോയിൽ എത്രത്തോളം ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയുന്നില്ല. അത്രമാത്രം വ്യാപിച്ച് കിടക്കുകയാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഒട്ടകങ്ങളെ നോക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. ലേലം വിളിക്കുന്ന സൗണ്ട് ഈ ഒരു അന്തരീക്ഷത്തിലാകെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കമ്പിളി ഉണ്ടല്ലേ, അതിനെ കെട്ടിട്ടുണ്ടാ? അത് മെയിലൊട്ടകാണ് കെട്ടിട്ടേക്കണേ. അതവിടെ ഒറ്റയ്ക്കിറങ്ങി നിൽക്കണ്ടാ. അത് അറ്റാക്ക് ചെയ്യും ചേട്ടാ. പല ഒട്ടകങ്ങൾക്കും കഴുത്തൊക്കെ കണ്ടോ ക്ലീൻ ആക്കി ഷേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇങ്ങനെ കൂടുതലായിട്ടും ഈ മുടി വളർന്നുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഷേവ് ചെയ്ത് വെച്ചേക്കുന്നതെന്നാണ്. നമ്മള് കണ്ടുപിടിച്ചെത്തി നമ്മുടെ ക്യാമൽ ട്രേഡിംഗ് നടക്കുന്ന മാർക്കറ്റിലേക്ക്. നമ്മള് ഒറ്റയ്ക്ക്
ആരും ഈ ഒരു സ്റ്റേബിളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിക്കൊക്കെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നടക്കാം. ഈ ഒട്ടകങ്ങളെ കച്ചവടം ചെയ്യുന്നതും കൈമാറ്റം ചെയ്യുന്നതൊക്കെ നമ്മൾ വളരെ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ക്യാമൽസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. ആ ഡിഫിക്കൽട്ട് വെതറിലും അവർ ഇത്രയധികം വെയിറ്റ് ഒക്കെ എടുത്ത് ഏകദേശം 900 പൗണ്ട്സ് വരെയൊക്കെ വെയിറ്റ് എടുത്ത് അവർ കുറേ ദൂരം സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമൽ ട്രേഡിംഗ് അതിശക്തരായ ഒട്ടകക്കുട്ടന്മാരെ അന്വേഷിച്ചിട്ടുള്ള ട്രേഡിങ് തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. എന്തായാലും കാലം മാറി തുടങ്ങിയപ്പോൾ കൂടുതലായിട്ടും മിൽക്കിനും മീറ്റിനൊക്കെയാണ് ഈ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഒട്ടകങ്ങളെക്കുറിച്ച് കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ദേ ഇത്രയും അധികം ഒട്ടകങ്ങളെ കണ്ടപ്പോൾ ഇനി ഒരു ഒട്ടകത്തിനെ കുറിച്ചൊരു വീഡിയോ പോലും ആവശ്യമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇനിയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ കച്ചവടക്കാരെ സംബന്ധിച്ച് അതില്ല കേട്ടോ. ഈ ഒരു ഒട്ടകത്തിനെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ഇവൻ വിൽക്കപ്പെട്ടു. ഏകദേശം 400 മുതൽ 700 കിലോഗ്രാം വരെയൊക്കെ വെയിറ്റ് ഉണ്ട് ഇവന്മാർക്ക്. ഫീമെയിൽസ് ആകുമ്പോൾ കുറച്ചധികം വെയിറ്റ് കുറയും. ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതി നോക്കൊന്ന് കണ്ടാലോ. സത്യം പറഞ്ഞാൽ അവൻ വാ തുറന്ന് കരയാണ്. ഈ ഒരു സ്റ്റേബിളിൽ നിന്നാണ് ഇവനെ പുറത്തിറക്കിയത്. അവൻ്റെ കൂട്ടുകാരൊക്കെ വിട്ടു പോകുന്ന നല്ല സങ്കടമുണ്ട്. എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. ആലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് തുടങ്ങിയോണ്ട് തന്നെ ഈ ഒരു വശത്ത് ഇത് നല്ല തൂവെള്ള നിറത്തിലുള്ള ഒട്ടകങ്ങളാണ്. അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അവർ കുറേ തവണ പറഞ്ഞു ഈ ഒട്ടക പാല് കുടിക്കുന്നൊക്കെ. നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാകും. നമ്മൾ ഒട്ടക പാല് കുടിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ കുടിച്ചില്ല. ഈ ഒട്ടകങ്ങളുടെ അടുത്ത് അവരെ പരിപാലിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ ഒട്ടകങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും കൂടുതൽ ഇവിടെ കച്ചവടക്കാർ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഒരു ആകാംക്ഷയോട് കൂടി എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നു. ഒരു വാം വെൽക്കം തന്നെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കച്ചവട മാർക്കറ്റിലെ വിശേഷങ്ങൾ. അറബ് രാഷ്ട്രങ്ങളിൽ എന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കച്ചവടമാണ് ക്യാമൽ ട്രേഡിംഗ്. സമയം ഇരുട്ടി തുടങ്ങിയോണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വേഗം പുറത്തിറങ്ങാനുള്ള ശ്രമമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ റോഡ് നമുക്ക് കറക്റ്റായിട്ടും അറിയില്ല.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്ദേശങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്.